ഇതിന് ജ്ഞാനേഷ് കുമാർ മാത്രമൊന്നുമല്ല ഉത്തരം ജ്ഞാനേഷ് കുമാർ ചെയ്തിട്ടുണ്ട്, അയാളുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഇത് ചെയ്തത്. അല്ലെങ്കിൽ ഈ മോദി ഗവൺമെന്റ് പറഞ്ഞ ശേഷം അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളായത്. ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പം നേരത്തെ പ്രാദേശികമായിട്ട് എതിർ പാർട്ടിക്കാരുടെ പിന്നെ അല്ലെങ്കിൽ സ്ഥലത്തിന് കല്യാണം കഴിഞ്ഞു പോയ ആൾ ഇങ്ങനെയുള്ളവരെയൊക്കെ പോയിട്ട് വോട്ട് തള്ളുക, അതുപോലെ പരമാവധി നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് വോട്ട് ചേർക്കുക, ഇതൊക്കെ മാനുവലായിട്ട് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തവണ രാഹുൽ ഗാന്ധി പറഞ്ഞതിനകത്ത് സെൻട്രലൈസ്ഡ് ആയിട്ട് നടക്കുന്നു, സംസ്ഥാനത്തിന് പുറത്തുള്ള ഫോം ഉപയോഗിക്കും. അതെ, അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസകരമായ ഒരു സാഡ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് ഡെലിബറേറ്റ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെയും ദളിത് കമ്മ്യൂണിറ്റിയുടെയും വോട്ടുകൾ മാറ്റുന്നു, മറ്റുള്ളവരുടെ വോട്ട് മാറ്റുന്നില്ല. അപ്പോൾ ആ തെളിവ് ഉൾപ്പെടെയില്ലേ ചില ആൾക്കാർ ഉൾപ്പെടെ സ്റ്റേജിൽ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഒക്കെ വോട്ടുകളും ബേസിക്കലി ദളിറ്റ്സും ന്യൂനപക്ഷവുമാണ്. അപ്പോൾ BJPക്ക് അറിയാവുന്ന അവരൊരു കാരണവശാലും ഈ BJPക്ക് വോട്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിൽ നിന്നും 6000 വോട്ടുകളൊക്കെയാണ് എടുത്ത് മാറ്റുന്നത്.